കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വോട്ടെടുപ്പ് ചർച്ചയ്ക്കിടെ ടി പ്രകാശം പറഞ്ഞു, 1000 കൊല്ലം മുമ്പ് ജനകീയമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ, കാഞ്ചീപുരത്ത്. അന്ന് ഇലകൾ ബാലറ്റ് പേപ്പറായി, കുടങ്ങൾ വോട്ട് പെട്ടികളും. 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ ഈ മാതൃക പക്ഷേ മുഖവിലയ്ക്ക് പോലും എടുത്തില്ല. 4500 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ്. ലോക്സഭയിലേക്ക് 489 സീറ്റുകൾ, ശേഷിക്കുന്നത് പ്രവിശ്യ സഭകളിലേക്ക്. 17.5 കോടി വോട്ടർമാർ. ഇതിൽ 85% നിരക്ഷരർ. 2,40,000 പോളിംഗ് ബൂത്തുകളിലേക്ക് 20 ലക്ഷം ഉരുക്കു ബാലറ്റ് പെട്ടികൾ നിർമ്മിച്ചു. 8,200 ടൺ ഉരുക്ക് ഇതിനു വേണ്ടി വന്നു. ഓരോ കക്ഷിയുടെ അടയാളവുമായി പ്രത്യേകം വോട്ടുപെട്ടികൾ. വോട്ടർ പട്ടിക അച്ചടിക്കാൻ 3,80,000 റീം കടലാസും. ഉത്തരേന്ത്യയിൽ പട്ടികയിൽ സ്വന്തം പേര് ചേർക്കാൻ പലയിടത്തും സ്ത്രീകൾ തയ്യാറായില്ല. മഖൻലാലിന്റെ അമ്മ 70 വയസ്സ്, കിഷൻ സിംഗിന്റെ ഭാര്യ 21 വയസ്സ് എന്നൊക്കെയായിരുന്നു വിലാസം. ഇങ്ങനെയുള്ള 28 ലക്ഷം പേരുകൾ പട്ടികയിൽ നിന്ന് വെട്ടിക്കളയാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ നിർദ്ദേശിച്ചു. സിനിമയും റേഡിയോയും വഴി നിരന്തരം ജനങ്ങളെ വോട്ടെടുപ്പ് പഠിപ്പിച്ചു. ആൾമാറാട്ടം തടയാൻ ഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി മായാത്ത മഷി കണ്ടുപിടിച്ചു. 45% താഴെ വോട്ടർമാർ ആദ്യ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.